യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കുറയുക എന്നുള്ളത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് സ്വയം കുറച്ച് കളയുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ ചാനലിനെ നോട്ടമിട്ടിട്ടുണ്ട്, നിങ്ങളുടെ ചാനൽ സ്പാം ആയിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ഈ സ്വയം സബ്സ്ക്രൈബേഴ്സിനെ കുറച്ച് കളയുന്ന ഈ ഒരു പരിപാടി നേരത്തെയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് യൂട്യൂബ് വളരെ സീരിയസ് ആയിട്ട് പല ചാനലുകളുടെയും അവർക്ക് കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കുറച്ച് കളയുന്നുണ്ട്. അതായത് ആരാണോ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അവരുടെ ചാനലിൽ നോക്കിക്കഴിയുമ്പോൾ അവിടെ അവരിപ്പോഴും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് യൂട്യൂബ് എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ചാനലിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ചാനൽ സ്പാം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നിങ്ങളുടെ ചാനലിനെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നോർമലി നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോകുന്നത്, അതുപോലെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് സ്വയം കുറച്ച് കളയുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് വെറുതെ ആയി പോകും. അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആദ്യം നമുക്ക് നോർമലായ രീതിയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നത് അത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കുറച്ച് കളയുന്നത് അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോർമലായ രീതിയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നതിന് മെയിനായിട്ട് 2 കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തന്നെ പിന്നീട് നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറയും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇവർ നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ പിന്നീട് നമ്മൾ ഈ കാറ്റഗറി മാറ്റി വീഡിയോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോസും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും വരാം. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിലും അവർ നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്തെന്ന് വരാം. ഈ കാരണം കൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോയെന്ന് വരാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്ന് പറയുന്നത് ഈ സബ് ചെയ്യുന്നത് മൂലം സംഭവിക്കുന്നതാണ്. അതായത് നമ്മുടെ വീഡിയോയുടെ അടിയിൽ പലരും വന്ന് നമ്മളെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ട് അവർ കമൻറ്റ് ചെയ്യും, ഒന്നിച്ച് മുന്നേറാം, ഞാൻ ചെയ്തിട്ടുണ്ടേ നിങ്ങളും തിരിച്ച് ചെയ്യണേ, ഈ രീതിയിൽ കമൻറ്റ് ഇട്ടിട്ട് അവരവരുടെ പാട്ടിന് പോകും. ഇവരെ നമ്മൾ തിരിച്ച് സബ് ചെയ്താലും ചെയ്തില്ലെങ്കിലും രാത്രി ഒരു 2 മണി അല്ലെങ്കിൽ 3 മണി ഈ ഒരു സമയത്ത്, ഇതാണ് ഇവരുടെ സമയം എന്ന് പറയുന്നത്, ഈ സമയത്ത് വന്നിട്ട് ഇവർ നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരവരുടെ പാട്ടിന് പോകും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോകാറുണ്ട്. ഇനി നോർമലായ രീതിയിൽ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുറയാനുള്ള രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ചാനൽ അവരുടേതായ ഏതെങ്കിലും തെറ്റുകൾ കാരണം യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ, അതായത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ ആ ചാനലിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ കുറഞ്ഞു പോയിരിക്കും. അതല്ലെങ്കിൽ അവർ സ്വയം അവരുടെ ചാനലിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു സബ്സ്ക്രിപ്ഷൻ അവിടെ കുറഞ്ഞു പോയിരിക്കും. ഇനി യൂട്യൂബ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനെ എടുത്ത് കളയുന്നത്, എന്തുകൊണ്ടാണ് കുറച്ച് കളയുന്നത്, ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ചാനൽ സ്പാമായി പോയെന്ന് വരാം. പിന്നീട് നിങ്ങളുടെ ചാനലിനെ ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, സപ്പോസ് നിങ്ങളുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനായിട്ട് നിങ്ങളുടെ വീഡിയോയുടെ ലിങ്കോ അല്ലെങ്കിൽ ചാനലിൻ്റെ ലിങ്കോ നിങ്ങൾ പലർക്കും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ നിങ്ങളുടെ ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു. ഇപ്പോൾ ഈ കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് അവരുടെ മൊബൈലിൽ 1ൽ കൂടുതൽ യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ ആദ്യത്തെ ചാനലിൽ നിന്നും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നു, പിന്നെ ചാനൽ സ്വിച്ച് ചെയ്തിട്ട് വീണ്ടും അടുത്ത ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു, പിന്നെ വീണ്ടും ചാനൽ സ്വിച്ച് ചെയ്തിട്ട് അടുത്ത ചാനലിൽ നിന്നും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് 3 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയല്ലോ. അപ്പോൾ 503 സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ചാനലിൽ കാണിക്കും. ഇത് കാണിക്കുന്നത് കൂടിപ്പോയാൽ 2 മണിക്കൂർ, 3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ, ഇത്ര നേരത്തേക്ക് മാത്രമേ കാണിക്കത്തുള്ളൂ.
കാരണം യൂട്യൂബിന് എപ്പോഴാണോ ഇത് മനസ്സിലാവുന്നത്, കാരണം യൂട്യൂബ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനെ ഓഡിറ്റ് ചെയ്യാറുണ്ട്. എപ്പോഴാണോ യൂട്യൂബ് നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിനെ ഓഡിറ്റ് ചെയ്യുന്നത്, യൂട്യൂബിന് മനസ്സിലാവും ഒരേ IP അഡ്രസ്സിൽ നിന്നും, അതായത് ഒരേ മൊബൈലിൽ നിന്നും മൾട്ടിപ്പിൾ ചാനലിൽ നിന്നും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. യൂട്യൂബ് ഉടൻ തന്നെ നിങ്ങളുടെ ഈ കിട്ടിയ സബ്സ്ക്രൈബേഴ്സിനെ എടുത്ത് ദൂരെ കളയും. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും 500 സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ കാണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ആ രീതിയിൽ തന്നെ സബ്സ്ക്രൈബ്ഡ് എന്ന് തന്നെയായിരിക്കും അവർക്ക് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ചാനലിൽ നിന്നും അവർ തന്ന ആ 3 സബ്സ്ക്രൈബേഴ്സിനെയും എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അവർ വീണ്ടും നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്താലും ശരി, നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബേഴ്സ് പിന്നീട് ഒരിക്കലും കിട്ടത്തില്ല. ഇത് യൂട്യൂബ് ഇപ്പോൾ വളരെ ശക്തമായി തന്നെ പലരുടെയും ചാനലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ഈ സബ് ചെയ്ത് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമാണ്. ഇങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് നേരത്തെയും റിമൂവ് ചെയ്ത് കളയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സ്പീഡ് നേരത്തെ ഇല്ലായിരുന്നു, അതുപോലെ എല്ലാ ചാനലുകൾക്കും അത് സംഭവിക്കുകയും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് ഈ ഒരു സംഭവത്തെ സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഓഡിറ്റിങ്ങും ഇപ്പോൾ സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഓഡിറ്റിംഗ് നടക്കുമോ, നിങ്ങളുടെ ഈ ചാനലിൽ സബ് ചെയ്ത് കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് കണ്ടുപിടിക്കും. യൂട്യൂബ് ആ സബ്സ്ക്രൈബേഴ്സിനെ റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ സ്പാം ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ സ്പാം ആവുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടി ഇവിടെ സംഭവിക്കുകയും ചെയ്യും. അതായത് യൂട്യൂബിന് മനസ്സിലാവുകയാണ് നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ സ്പാമിങ് ചെയ്യുന്ന ചാനലാണ്. ഇത് യൂട്യൂബിന് മനസ്സിലായി കഴിഞ്ഞു. പിന്നീട് യൂട്യൂബ് നിങ്ങളുടെ ഈ ചാനലിൻ്റെ മുകളിൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഈ ചാനലിൻ്റെ ലിങ്കോ നിങ്ങളുടെ വീഡിയോയുടെ ലിങ്കോ അയച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിങ്ങളെ അറിയാവുന്ന പല ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പല ആളുകളും നിങ്ങളുടെ ഒരു വീഡിയോ പോലും കാണാതെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വരാം. ചില ആളുകൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തെന്ന് വരാം. ഏത് രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്താലും ശരി, യൂട്യൂബിൻ്റെ കണ്ണിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ സ്പാമിങ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ യൂട്യൂബ് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ, ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചാനലിൽ 5-6 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറുന്നു, അല്ലെങ്കിൽ 10-15 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറുന്നു. യൂട്യൂബ് നിങ്ങളുടെ ചാനലിൽ ഈ കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഓഡിറ്റ് ചെയ്യും, മസ്റ്റായിട്ടും ഓഡിറ്റ് ചെയ്യും. ഓഡിറ്റ് ചെയ്തിട്ട് 2-3 മണിക്കൂർ, ചിലപ്പോൾ 5-6 മണിക്കൂർ എടുത്തെന്ന് വരാം. നിങ്ങൾക്ക് ആ കിട്ടിയിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും യൂട്യൂബ് എടുത്ത് ദൂരെ കളയും. ബാക്കി എത്രയായിരുന്നു ഉണ്ടായിരുന്നത് അത്ര സബ്സ്ക്രൈബേഴ്സ് മാത്രമേ പിന്നീട് നിങ്ങളുടെ ചാനലിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആരൊക്കെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ആ ഗ്രൂപ്പിൽ നിന്നും അവർക്ക് എല്ലാവർക്കും യൂട്യൂബ് കാണിക്കുന്നത് സബ്സ്ക്രൈബ്ഡ് എന്ന രീതിയിൽ തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു സബ്സ്ക്രൈബർ പോലും കിട്ടത്തില്ല. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബർ സ്പാം ആകരുതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ കാശ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സ് വാങ്ങിക്കരുത്. കാരണം ഇങ്ങനെ കാശ് കൊടുത്ത് അവർ തരുന്ന ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ഹ്യൂമൻ ആയിരിക്കത്തില്ല. അവർ ബോട്ട് വഴി ക്രിയേറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അത്. ഇത് യൂട്യൂബിന് മനസ്സിലാവും, നിങ്ങളുടെ ചാനൽ സ്പാം ആയി പോകും. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സബ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തിയേക്കുക. അതും നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടത്തില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യിക്കാനായിട്ട് നിങ്ങളുടെ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഒരേ ഡിവൈസിൽ നിന്നും അതിൽ മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടെങ്കിൽ അത് സ്വിച്ച് ചെയ്ത് ഓരോ ചാനലിൽ നിന്നും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതും വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അതും പെട്ടെന്ന് യൂട്യൂബിന് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു IP അഡ്രസ്സിൽ നിന്നും മൾട്ടിപ്പിൾ ഡിവൈസ് ഉപയോഗിച്ച് നിങ്ങൾ പല ചാനലുകൾ ഉപയോഗിച്ച് അതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിലും അതും യൂട്യൂബിന് പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങളുടെ ചാനൽ സ്പാം ആയി പോകും. ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സ്പാം ആയി പോവുകയും ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും കൂടത്തില്ല, വ്യൂസും കൂടത്തില്ല, നിങ്ങളുടെ ചാനലിനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം ഇനി മുതൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.